ഹലോ എവ്രി വൺ. ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന 25 വേർഡ്സാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ് ഇംഗ്ലീഷ്, യു ആർ വെൽക്കം ടു ജോയിൻ. ലെറ്റ്സ് ലേൺ ഇംഗ്ലീഷ് ടുഗെദർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. പുറത്ത് മഴ പെയ്യുന്നുണ്ട്. ഇറ്റ്സ് റെയിനിങ് ഔട്ട്സൈഡ്. ആരുമൊന്നും പറഞ്ഞില്ല. നോ ബഡി സൈഡ് എനിത്തിങ്. നീ എന്നെ വിളിക്കുമോ? വിൽ യു കോൾ മീ? നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? വേർ ഡു യു ലീവ്? എനിക്ക് കുറച്ച് വെള്ളം തരുമോ? ഗിവ് മീ സം വാട്ടർ. ഒന്നും മിണ്ടാതിരിക്കാമോ? എങ്ങനെ ചോദിക്കാം? കുഡ് യു പ്ലീസ് ബി സൈലൻറ്റ്? ഞാൻ എൻ്റെ വഴി തെറ്റി. ഐ ലോസ്റ്റ് മൈ വേ. അവനെന്താ പറഞ്ഞു? വാട്ട് ഡിഡ് ഹി സേ? അവനെന്തിനാ അങ്ങനെ പറഞ്ഞത്? വൈ ഡിഡ് ഹി സേ സോ? എനിക്കിപ്പോൾ നല്ല സുഖം തോന്നില്ല. ഐ ആം നോട്ട് ഫീലിംഗ് വെൽ റൈറ്റ് നൗ. നീ കൂടെ എടുത്തോ? ഡിഡ് യു ടേക്ക് ദ അംബ്രല്ല? എനിക്കത് വാങ്ങണമായിരുന്നു. ഐ ഷുഡ് ഹാവ് ബോട്ട് ഇറ്റ്. എപ്പോഴാണ് ട്രെയിൻ പുറപ്പെടുന്നത്? വെൻ ഡസ് ദ ട്രെയിൻ ലീവ്? ഞാൻ പ്രതീക്ഷിച്ചതുപോലെ നടന്നു. തിങ്സ് ഹാപ്പൻ ആസ് എക്സ്പെക്റ്റഡ്. അതെന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. നമ്മൾ സാധാരണയായിട്ട് അങ്ങനെ പറയാറില്ല. ഫ്രം നൗ ഇംഗ്ലീഷ് പറയാം. ഇറ്റ്സ് നോ യൂസ് ആസ്കിങ് മീ. എനിക്ക് വേറെ വഴിയില്ല. ഐ ഹാഡ് നോ അതർ ചോയ്സ്. ഞാനവിടെ പോയിരുന്നു, പക്ഷെ അവനെ കാണാൻ കഴിഞ്ഞില്ല. ഐ വെന്റ് ദേർ ബട്ട് ഐ കുഡ് നോട്ട് സീ ഹിം. നിനക്കത് അവനോട് ചോദിക്കാം, അല്ലെങ്കിൽ അവനോട് ചോദിച്ചാൽ മതി എന്നൊക്കെ എങ്ങനെയാണ് പറയാം? യു ക്യാൻ ആസ്ക് ഹിം. അതിങ്ങോട്ട് കൊണ്ടുപോവാ. ബ്രിങ് ദാറ്റ് ഹിയർ. ഞാനിത് ഉപയോഗിച്ചോട്ടെ? മേ ഐ യൂസ് ദീസ്? നിനക്കെന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഡു യു ഫീൽ എനിത്തിങ്? നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഫീൽ ചെയ്തിട്ട് നമ്മുടെ കൂടുതൽ ആളോടും അത് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു സെൻറ്റൻസ് യൂസ് ചെയ്യുക. നീ എപ്പോഴാണ് പുറപ്പെടുന്നത്? വെൻ ഡു യു ലീവ്? അവനത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഹി ഷുഡൻ ഹാവ് ഡൺ ദാറ്റ്. നീ എന്താ അത് മനസ്സിലാക്കാത്തത്? വൈ ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ്? നിങ്ങളുടെ കയ്യിൽ പേനയില്ലെങ്കിൽ ഒരെണ്ണം ഞാൻ തരാം. ഇഫ് യു ഹാവ് നോ പെൻ ഐ വിൽ ഗിവ് യു വൺ. ഓക്കെ, ഐ ഹോപ്പ് ദ സെൻറ്റൻസ് വർ യൂസ്ഫുൾ ഫോർ യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഈ ചാനലിൽ സിമ്പിൾ പോഡ്കാസ്റ്റ് വീഡിയോസ് ഇടാറുണ്ട്. നിങ്ങളുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ അത് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ ഇംഗ്ലീഷ് ലെസൺസ് ആൻഡ് സിമ്പിൾ ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ്. See you in the next video.